സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീമഹാദേവ്യൈ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്यै നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗോവിന്ദ ഗോവിന്ദ ഹരേ മുരാരേ ഗോവിന്ദ ഗോവിന്ദ മുകുന്ദ കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ രഥാംഗപാണേ ഗോവിന്ദ ഗോവിന്ദ നമോ നമസ്തേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നമസ്തേ നമസ്തേ പ്രിയ ഹരേ കൃഷ്ണ കുടുംബത്തിലെ സജ്ജനങ്ങളെ, സുകൃതികളെ, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. നാം ഇന്ന് അനുസ്മരിക്കുന്നത് ദശകം 13 ഉദധ്യമഹിമ. ഈ ദേവീനാരായണീയം എന്ന മഹത് ഗ്രന്ഥം ശ്രീമദ് ദേവി ഭാഗവതത്തിന്റെ സംഗ്രഹം. ആ ദേവി ഭാഗവതത്തിലെ ചരിത്രങ്ങളും ദേവീ മന്ത്രങ്ങളും അതിൻ്റെ പ്രാധാന്യവും ഓരോരോ ദശകമായി സംഗ്രഹിച്ചിരിക്കുകയാണ് ഈ ദേവി നാരായണീയം എന്ന കൃതിയിൽ. ഇത് ഒരു ദേവീ സ്തുതിയാണ്. ഈ ഗ്രന്ഥത്തിന്റെ ഗ്രന്ഥകർത്താവായ പ്രൊഫസർ ശ്രീ പാലേലി നാരായണ നമ്പൂതിരി പാറമേക്കാവിൽ അമ്മയുടെ ഉത്തമ ഭക്തനും പണ്ഡിതാഗ്രേസരനുമാണ്. മഹാശക്തി സ്വരൂപിണിയും കരുണാമയിയുമായ ജഗദംബികയുടെ അനുഗ്രഹം എല്ലാ സുകൃതികൾക്കും ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പഠന ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ശ്ലോകങ്ങൾ ദശകം 13 ഉദധ്യമഹിമ 5, 6, 7 ശ്ലോകങ്ങളുടെ പാരായണം, പദച്ഛേദം, അന്വയാർത്ഥം, വ്യാഖ്യാനം എന്നിവയാണ് ഇന്നത്തെ പഠന ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആദ്യം ശ്ലോകങ്ങളുടെ പാരായണം നമുക്ക് ശ്രവിക്കാം. സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. ദേവി നാരായണീയം ദശകം 13 ഉദധ്യമഹിമ. ശ്ലോകം 5 പാരായണം. ഏവം മുനേശ്ചിന്തയതഃ സ്വകാര്യവ്യഗ്രോ നിഷാദ പുനരേവം ഊചേ ദൃഷ്ടസ്ത്വയാ കിം സഖിതിർന കിം വാ ദൃഷ്ടഃ സ ശീഘ്രം കഥയാത്ര സത്യം. ശ്ലോകം 6.
മുനിസ്തം ആഹാത്ര പുനഃ പുനഃ കിം നിഷാദ മാം പൃച്ഛസി മോഹമഗ്നഃ പശ്യന്ന ഭാഷേത ന ജഭ്രുവാണഃ പശ്യേദലം വാഗ്ഭിരവേഹ സത്യം. ശ്ലോകം 7. ഉന്മാദിനോ ജൽപ്പനമേതദേവം മത്വാ നിഷാദ സഹസാ ജഗാമ നാസത്യമുക്തം മുനിനാ ന കോലോഹതശ്ച സർവം തവ ദേവി ലീലാഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീമഹാദേവീ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്ലോകം 4. പദച്ഛേദം. ശ്ലോകം 5. ശ്ലോകം 5 പദച്ഛേദം. ഇന്നത്തെ ശ്ലോകങ്ങൾ 5, 6, 7 ശ്ലോകം 5 പദച്ഛേദം. ഹരേ കൃഷ്ണ. രക്ഷിക്കണേ. ഏവം മുനേഹേ മുനേശ്ചിന്തയത. ശ്ലോകത്തില് അപ്രകാരമാണ് ആ പദം ഛേദിക്കുമ്പോൾ. ഏവം മുനേഹേ ചിന്തയതഃ സ്വകാര്യവ്യഗ്രഹ നിഷാദഃ. സ്വകാര്യവിഗ്രഹ നിഷാദഃ. പുനഃ ഏവം ഊചേ. അതാണ് പുനരേവം ഊചേ. പുനഃ ഏവം ഊചേ. ദൃഷ്ടഃ ത്വയാ കിം സ കിടിഃ ന കിം വാ ദൃഷ്ടഃ സഃ ശീഘ്രം കഥയാ അത്ര സത്യം. ശീഘ്രം കഥയാ അത്ര സത്യം. ഈ പദങ്ങളുടെയൊക്കെ അന്വയാർത്ഥം നോക്കാം. ഏവം മുനേഹേ ചിന്തയതഃ. ഏവം ഇപ്രകാരം, അല്ലെങ്കിൽ ഈ മട്ടിൽ, മുനേഹേ മുനി ചിന്തിച്ചു കൊണ്ടിരിക്കെ സ്വകാര്യ വിഗ്രഹ നിഷാദഃ. സ്വന്തം കാര്യത്തിൽ മാത്രം ശുഷ്കാന്തിയുള്ള നിഷാദൻ. പുനഃ ഏവം ഊചേ. വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞു. സഹ കിടി ത്വയാ കിം ദൃഷ്ടഃ. ആ പന്നിയെ അങ്ങ് കണ്ടുവോ? സഹ ന കിം വാ ദൃഷ്ടഃ. അതോ കണ്ടില്ലേ? അത്ര ശീഘ്രം ഇപ്പോൾ തന്നെ വേഗം സത്യം കഥയാ. സത്യം പറയൂ. ഈ 5-ാമത്തെ ശ്ലോകത്തിന്റെ വ്യാഖ്യാനത്തിലേക്ക് പ്രവേശിക്കാം. ഇവിടെ എന്താണ് 4-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു അല്ലേ? എന്താണ് പറഞ്ഞത്? ആ ഉദധ്യൻ ചിന്തിക്കുകയാണ് അല്ലേ? 4-ാമത്തെ ശ്ലോകത്തിൽ പറയണു, അതായത് സത്യവ്രതൻ ഒരിക്കലും അസത്യം പറയരുത്, ചിന്തിക്കുകയെ പോലും അരുത്. അപ്പോ അത് ശരി തന്നെയാണ്. ഇനി ഒരു സത്യം തുറന്നു പറഞ്ഞാലോ? ഇവിടെ എന്താണ് സംഭവിക്കുക? ഹിംസ നടക്കും. അപ്പൊ ഒരു സത്യം പറഞ്ഞാൽ ഇവിടെ ഹിംസ നടക്കുമെങ്കിലോ? അപ്പൊ ആ സത്യം പറയാമോ? പറയണമോ? അതോ ആ ഹിംസയുടെ ദോഷം ഒഴിവാക്കാൻ വേണ്ടി അസത്യം പറയാമോ? ഇങ്ങനെ
ആലോചനാ നിമഗ്നനായിട്ട് മുതധ്യൻ ഇരിക്കുകയായിരുന്നു. അല്ലേ? കഴിഞ്ഞ 4-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. പിന്നീട് മുതധ്യൻ ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നു, അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നു. ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഒരു നിഗമനത്തിലേക്ക് എത്തി. എന്താണ് നിഗമനത്തിലേക്ക് എത്തിയതെന്ന് വെച്ചാൽ, മനുഷ്യൻ സത്യത്തെ രക്ഷിക്കണം. അപ്പോൾ എന്താവും? ആ സത്യം, അങ്ങനെയുള്ള സത്യം പറയുമ്പോൾ ആ സത്യം എന്താവും? മനുഷ്യനെ രക്ഷിക്കും. ഇനി എന്താണ് സത്യം? എന്താണ് സത്യത്തിന്റെ അധിഷ്ഠാനം? ഒടുവിൽ അദ്ദേഹം അതിനും ഉത്തരം കണ്ടെത്തി. എന്താണ്? ആലോചിക്കുകയാണല്ലോ, അപ്പൊ എല്ലാത്തിനും ഉത്തരം കണ്ടെത്തണ്ടേ. എല്ലാ സത്യവും സത്യമല്ല. ഏതിലാണോ കൃപ നിറഞ്ഞിരിക്കുന്നത് അതാണ് സത്യം. കൃപാശൂന്യമായത് ഒന്നും സത്യമല്ല. ഇതായിരുന്നു മുതത്യന്റെ അന്തിമമായ തീരുമാനം. നോക്കൂ, മുതത്യൻ വളരെ ചിന്തിച്ചു. ചിന്ത എന്തുകൊണ്ടാ ചിന്ത വന്നത്? ആ നിഷാദൻ ചോദിച്ചു, പന്നിയെ കണ്ടുപോ? കണ്ടിട്ടുണ്ടെങ്കിൽ അത് പറയുക, അതെവിടെ പോയി എന്ന് പറയുക. അപ്പോ ചിന്ത തുടങ്ങി മുതത്തിന്. ചിന്തിച്ചപ്പോൾ അവസാനം ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു, അല്ലേ? പിന്നീട് എന്താണ് പറയണത്? ഈ ഉദത്യന് ഇവിടെ ചോദിക്കുകയാണ്, ഈ സൂകരത്തെ കണ്ടുവെങ്കിൽ അത് പറയുക, അല്ലെങ്കിൽ അതെവിടെ പോയി എന്ന് പറയണം. അപ്പോ ഈ 5-ാമത്തെ ശ്ലോകത്തിൽ എന്താ പറയണെന്ന് വെച്ചാല്, ഉദത്യൻ ഏവം മുനേഹേ ചിന്തയതാ, ഇപ്രകാരം മുനി ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ സ്വകാര്യ വിഗ്രഹ നിഷാദ. സ്വകാര്യ വിഗ്രഹം വെച്ചാൽ തൻ്റെ കാര്യത്തിൽ മാത്രം, അതായത് സ്വാർത്ഥൻ എന്ന് പറയില്ലേ നമ്മളൊക്കെ, സ്വകാര്യ കുശലൻ, അതാണ് സ്വകാര്യ വിഗ്രഹം. ഈ അങ്ങനെയുള്ളത് ആരാണ്? ഇവിടെ വേടൻ. സ്വന്തം കാര്യം മാത്രമേ ചിന്തയുള്ളൂ, തൻ്റെ കാര്യത്തിൽ മാത്രം ശുഷ്കാന്തിയുള്ള ആ വേടൻ. പുനരേവം മൂചൻ, വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞത്? സഹ കിടീത്വയാ കിം ദൃഷ്ടഃ, അങ്ങ് ആ പന്നിയെ കണ്ടുവോ? സഹ ന കിം വാ ദൃഷ്ടഃ, അതോ കണ്ടില്ലേ? അത്ര ശീഘ്രം സത്യം കഥയ, പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ അതിവേഗം തന്നെ ഇപ്പോൾ തന്നെ ആ സത്യം പറയണം എന്ന് പറയുന്നു. ആലോചിക്കുക എന്ന വസ്തുതയെ അനാദരിച്ചും കൊണ്ട്, ഇതൊന്നും എന്നെ ബാധിക്കുന്നതല്ല, എന്നെ സംബന്ധിക്കുന്നതല്ല, എന്നെ ബാധിക്കുന്നത് എന്താ? പിന്നെ ആ സൂകരത്തെ പിടികൂടുക എന്നതാണ്. അത് മാത്രം മനസ്സിൽ വിചാരിച്ചു കൊണ്ടിരിക്കുന്ന ആ വേടൻ ഒരു സ്വകാര്യ വ്യഗ്രനാണ് എന്നാണ് പറയുന്നത് ഇവിടെ. സാധാരണ രീതിയിലൊക്കെ ഗൃഹസ്ഥന്മാരും ഒക്കെ സ്വകാര്യ വ്യഗ്രന്മാരാകും, അല്ലേ? അതും ഇവിടെ പറയാം. ഇവിടെ വേടനം പറയുന്നുണ്ട്. എന്താണ്? നിഷാദൻ എന്താണ്, എന്തുകൊണ്ടാണ് സ്വകാര്യ വിഗ്രഹൻ എന്ന് പറയാൻ കാരണം? ഇതിനു മുൻപിലത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുൻപിലുള്ള 2-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, എനിക്കൊരു കുടുംബമുണ്ട്, എൻ്റെ ഭാര്യ പുത്രന്മാർക്ക് ഞാൻ ആഹാരം കൊടുക്കണം, അതുകൊണ്ടാണ് ഞാൻ ഈ പന്നിയെ അന്വേഷിക്കുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ ആഹാരത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ ഗൃഹസ്ഥന്മാരൊരു സ്വകാര്യ വ്യഗ്രന്മാരാകും എന്ന് ഇവിടെ പറയാതെ പറഞ്ഞ് തരികയാണ്, നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ആ സൂകരം ചാടിപ്പോകും മുമ്പേ അതിനെ പിടികൂടണം. പള്ളിക്കുടലിനുള്ളിലേക്കാണല്ലോ പോയത്, പക്ഷേ ഉദത്യൻ പറയുന്നില്ല. അതുകൊണ്ട് അതിനെ കണ്ടോ കണ്ടില്ലേ എന്ന് വേഗം പറയണം എന്നാണ് നിഷാദന്റെ ആവശ്യം. ഇതാണ്. മുനി ഒന്നും മിണ്ടാതെ നിന്നപ്പോൾ ആ വേടൻ
ഇത് തന്നെ ആവർത്തിച്ച് ആ ദത്തിനോട് ചോദിക്കുകയാണ്. വീണ്ടും വീണ്ടും ഇത് തന്നെ ആവർത്തിച്ചു കൊണ്ടിരുന്നു എന്നാണ് 5-ാമത്തെ ശ്ലോകത്തിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്ലോകം 6-ന്റെ പദച്ഛേദം നോക്കാം ആദ്യം. മുനിഹി തം ആഹ അത്ര പുനഃ പുനഃ കിം നിഷാദ മാം പൃച്ഛസി മോഹമഗ്നഃ പശ്യൻ ന ഭാഷേത ന ച ഭ്രുവാണഃ പശ്യേത് അലം വാഗ്ഭിഹി അവേഹി സത്യം. ഇവിടെ ശ്ലോകത്തില് 3-4 പാദങ്ങൾ ചൊല്ലുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പശ്യന്ന ഭാഷേത നജ ഭ്രുവാണ പശ്യേദലം. പശ്യേത് അലം, അതാണ് ദലം എന്നുള്ളത്. ആ പ്രൊനൗൺസിയേഷൻ വരുമ്പോൾ പശ്യേദലം വാഗ്ഭി, ആ വാഗ്ഭി കഴിഞ്ഞിട്ടും ആ പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കേണ്ടതാണ്. പശ്യേദലം വാഗ്ഭിർ അവേഹി സത്യം. വളരെ ശ്രദ്ധിച്ച് ശ്ലോകം പാരായണം ചെയ്യേണ്ടതാണ്. ഈ പദങ്ങളുടെ അന്വയാർത്ഥം നോക്കാം. മുനിഹി തമ്മാഹ, മുനി ആ നിഷാദനോട് പറഞ്ഞു, ഹേ നിഷാദ, അത്ര മോഹമഗ്നഃ, താങ്കൾ ഇപ്പോൾ വളരെ മോഹമഗ്നനായിരിക്കുകയാണ്. മാം പുനഃ പുനഃ, വീണ്ടും വീണ്ടും എന്നോട് കിം പൃച്ഛസി, ചോദിക്കുന്നുവോ? പശ്യന്ന ഭാഷേത, കാണുന്നവൻ പറയില്ല. ബ്രുവാണഹ ന പശ്യേതച, പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ കാണുകയുമില്ല. വാഗ്ഭിഹി അലം, വാക്കുകൾ മതിയാക്കൂ. സത്യം അവേഹി, സത്യം മനസ്സിലാക്കൂ. അപ്പൊ ഇവിടെ ആ നിഷാദൻ ഇങ്ങനെ ചോദിച്ചു അല്ലേ, പനിയെ കണ്ടുവോ? അത് കണ്ടുവെങ്കിൽ അത് പറയുക, കണ്ടില്ല എങ്കിൽ അതും പറയുക എന്നൊക്കെ ആയിരുന്നു അല്ലേ. അപ്പോ ഇത് കേട്ടപ്പോ പന്നിയെ കണ്ടുവോ അതോ കണ്ടില്ലേ പറയൂ, ഇതൊക്കെയല്ലേ നിഷാദന്റെ ചോദ്യങ്ങള്. ഇതിനുള്ള മറുപടിയാണ് ആ മുനി നൽകിയത്. എന്താണ് പറഞ്ഞത്? കാണുന്നവൻ പറയുകയില്ല, പറയുന്നവൻ കാണില്ല എന്ന്. കാണുന്നവൻ എന്നാൽ കണ്ണ് എന്നാണ് അർത്ഥം. കണ്ണുകൊണ്ടല്ലേ കാണുക? കണ്ണ് പറയുമോ? ഇല്ല. പറയുന്നത് ആരാ? പറയുന്നത് നാവ്. നാവ് കൊണ്ടാണ് പറയുക. നാവ് കാണുമോ? കാണില്ല. അതുകൊണ്ട് ഇനി ചോദിക്കേണ്ടതില്ല. അതാണ് പറയണത്, വാക്കുകളൊക്കെ മതിയാക്കൂ, സത്യത്തെ മനസ്സിലാക്കൂ എന്ന്. അതായത് വേടൻ എങ്ങനെ ആവർത്തിച്ച് കൊണ്ടേയിരുന്നപ്പോ ആ നിഷാദൻ പറഞ്ഞു, ആ ഉദത്യൻ പറഞ്ഞു, ഇവിടെ ഉദത്യനാണ് മുനി എന്ന് പറയുന്നത്. ആ നിഷാദനോട് പറയാണ്, അല്ലയോ നിഷാദ, നീ അത്ര മോഹമഗ്നനാണ്. താങ്കൾ ഇപ്പോൾ മോഹമഗ്നനായിരിക്കുകയാണ്. അതുകൊണ്ടാണ് വീണ്ടും 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 എന്നോട് ചോദിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഞാൻ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് നിനക്ക് മനസ്സിലാവണില്ല എന്നുണ്ടോ? ഇതാ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോളൂ. പശ്യന്ന ഭാഷേത നജഭ്രുവാണ പശ്യേതലം വാഗ്വി രവേഹി സത്യം. എന്താന്ന് വെച്ചാൽ കാണുന്നവൻ പറയില്ല, പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ കാണുകയുമില്ല. വാക്കുകൾ നിർത്തിക്കോളൂ, തൻ്റെ വാക്കുകളെല്ലാം മതിയാക്കിക്കോളൂ, എന്നിട്ട് താൻ സത്യം മനസ്സിലാക്കൂ എന്ന് പറഞ്ഞു. കണ്ടു എന്നോ കണ്ടില്ല എന്നോ എന്നാണ് നിഷാദൻ പറയാൻ പറഞ്ഞത്. അതിനെ നിഷേധിച്ചുകൊണ്ട് പറയുകയാണ് ഇവിടെ മുനി. കാണുന്നവൻ പറയില്ല, പറയുന്നവൻ കാണുന്നുമില്ല. ഇവിടെ കാണുന്നവൻ എന്നാൽ എന്താണ്? കണ്ണ്. കണ്ണിന് പറയാൻ സാധിക്കുകയില്ലല്ലോ. പറയുമോ? പറയുകയില്ല. പറയുന്നത് ആരാ? നാവ്. നാവ് കാണുമോ? നാവിന് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഇനിയൊന്നും ചോദിക്കേണ്ട. ഇതിനുള്ളില് വലിയൊരു താല്പര്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. എന്താ അത്? അതാണ് ഗ്രന്ഥകാരൻ പറയണത്. അടുത്ത ശ്ലോകത്തിൽ നമുക്ക് അത് കാണിച്ചു തരുന്നുണ്ട്. അടുത്ത 7-ാമത്തെ ശ്ലോകം വിവരിക്കുമ്പോൾ പറഞ്ഞു തരാം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്ലോകം 7 പദച്ഛേദം.
ഉന്മാദീനഃ ജൽപ്പനം ഏതത് ഏവം മത്വാ നിഷാദഃ സഹസാ ജഗാമ ന അസത്യം ഉക്തം മുനിന ന കോലഃ ഹതഃ ച സർവം തവ ദേവി ലീലാഹ. ഈ 7ാമത്തെ ശ്ലോകത്തിന്റെ പദങ്ങളുടെ ആ അന്വയാർത്ഥം നോക്കാം. ഉന്മാദിനഃ ജൽപ്പന. ഉന്മാദീനൻ ഭ്രാന്തൻ, ഇത് ഭ്രാന്തന്റെ ഒരു ജൽപ്പനമാണ്. ഏവം മത്വാ നിഷാദഃ എന്ന് കരുതി ആര്? നിഷാദൻ. സഹസാ ജഗാമ, പെട്ടെന്ന് അവിടുന്ന് സ്ഥലം വിട്ടു. മുനിന അസത്യം ന ഉക്തം, മുനി അസത്യം പറഞ്ഞില്ല. കോലഹാചന ഹതഃ, പന്നി കൊല്ലപ്പെട്ടതുമില്ല. ഹേ ദേവി, അല്ലയോ ജഗൻ മാതാവേ, സർവം തവ ലീലാഹ, അല്ലയോ ദേവി, എല്ലാം അവിടുത്തെ ലീലകളല്ലേ. അപ്പോ ഇവിടെ പറയണു, ഉദത്തിന് അസത്യം പറയേണ്ടി വന്നില്ല. പറഞ്ഞില്ല. കൃപാപൂർണമായ, കൃപയോടുകൂടിയ സത്യം അത് വേണ്ടതുപോലെ ഉദത്തിനോട് പരിപാലിച്ചു. സൂകരം രക്ഷപ്പെടുകയും ചെയ്തു. ഇതെല്ലാം ആരുടെ സങ്കല്പമാണ്? ഇതെല്ലാം ദേവിയുടെ സങ്കല്പമാണ്. ഒരു കഥയുണ്ട് രാമായണത്തില്, ബാലകാണ്ഡം 2ാം സർഗത്തില്. ക്രൗഞ്ചപക്ഷിയെ അമ്പെയ്തു കൊന്ന നിഷാദനെ വാൽമീകി ശപിച്ച കഥ. മുനിമാർക്ക് പക്ഷികളോടും മൃഗങ്ങളോടും അനുകമ്പയുണ്ടാകും. സർവഭൂതദയ എന്നുള്ളത് മുനിമാരുടെ പ്രത്യേകതയാണ്. ഇവിടെ കാണാൻ സാധിക്കും നമുക്കും. ഭരതന്റെ കഥ നോക്കൂ. ഭാഗവതത്തിലെ ഭരതന്റെ മുന്നിൽ ദേവി പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപ്, ദേവി പ്രത്യക്ഷപ്പെട്ടിട്ടില്ല, അതിനു മുൻപ് ആ കഥയിൽ പറയുന്നുണ്ട്, ഒരു മാനിനെ അതിയായി ലാളിച്ച് സ്നേഹിച്ചു പോയി ഭരതൻ. ജന്തുക്കളിൽ ബലം ഏറുന്നവൻ ബലഹീനന്മാരെ കൊന്നു തിന്നുക എന്നത് പ്രകൃതിയുടെ നിയമമാണ്. നമ്മളൊക്കെ കാണാറില്ലേ? കേവലം ഈ കുറുക്കൻ, അത് കോഴിയാണ് അല്ലേ ഭക്ഷിക്കുക, അതിന്റെ ഭക്ഷണമാണ്. ബലമുണ്ട്, കുറുക്കന് നല്ല ബലശക്തിമാനാണ്, കോഴികൾക്കൊന്നുമില്ല, അതുകൾ വേഗം പോകും. അതേപോലെ ഈ വലിയ വലിയ മീനുകള്, നമ്മൾ കടലിലൊക്കെ കാണുന്ന മീനുകള് ചെറിയ ചെറിയ മത്സ്യത്തിനെ വിഴുങ്ങാറില്ലേ? അപ്പൊ ഇതിൽ കൂടുതൽ ബലം ആർക്കാണോ ആ ബലം ആയിട്ടുള്ളവരും, ബലമേറുന്നവൻ ബലഹീനന്മാരെ കൊന്നു തിന്നുക എന്നത് ഏതിന്റെ നിയമമാണ്? പ്രകൃതിയുടെ നിയമമാണത്. ഇരയെ കൊന്നു തിന്നാൻ ഒരുങ്ങുന്ന ഒരു ജന്തു ഇരയുടെ വേദനയെ പറ്റി ഒന്നും ചിന്തിക്കില്ല. ചിന്തിക്കുമോ? ഇല്ല. മാനിനെ വേട്ടയാടി, മാനിനെ ഈ സിംഹം അല്ലെങ്കിൽ കരടി ഇതൊക്കെ ഓടിച്ചു പിടിക്കും അല്ലേ? അതിന്റെ വേദന അതിനെ അറിയുള്ളൂ. പക്ഷെ ഈ അതിന്റെ പിന്നാലെ ഓടുന്ന ഈ സിംഹത്തിനോ അല്ലെങ്കിൽ കരടിക്കോ ഒന്നും അറിയില്ല, അതിന്റെ വേദന എന്താണെന്ന് അറിയില്ല. അതാണ് പറയണത്, ആ ഇരയുടെ വേദനയെ പറ്റി ഒന്നും അത് ചിന്തിക്കാറില്ല അല്ലേ? വന്യമായ ആഹാരം കഴിച്ച് ജീവിക്കുന്ന നിഷാദന്മാരുടെ കാര്യവും ഇതുപോലെ തന്നെയാണ്. നിഷാദന്മാർക്ക് വിശപ്പുണ്ട്, അവർക്ക് വിശപ്പും, അവർക്ക് ഭാര്യ പുത്രന്മാര് ബന്ധുക്കള് ഒക്കെ ഉണ്ട്. അവരെയൊക്കെ സംരക്ഷിക്കേണ്ട ചുമതല ആർക്കാ? ഈ നിഷാദന്മാർക്കാണ്. പക്ഷിമൃഗാദികളോട് തോന്നുന്ന അനുകമ്പ നിഷാദന്മാരുടെ നേർക്കില്ലാത്തത് അപ്പൊ എന്തുകൊണ്ട്? അതായത് ധർമ്മവും ദാർശനികവുമായിട്ടുള്ള ഒരു പ്രശ്നമാണിത്. അപ്പൊ ഇതിനെ സംബന്ധിച്ച് ഒരു വലിയ ചർച്ചയൊന്നും ഇവിടെ പറയാൻ കഴിയില്ല. കാരണം ഇത് പ്രകൃതി നിയമമാണ്. ബലമുള്ളവൻ ബലമില്ലാത്തവനെ നിഗ്രഹിക്കും, അതാണ് പ്രകൃതി നിയമം. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇവിടെ നമുക്ക് ഒരുപാട് തർക്കിക്കാനോ അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ വിവരണങ്ങൾ തരാനോ സാധിക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താം അല്ലേ? ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കേണ്ട ശ്ലോകങ്ങൾ 8, 9, 10
അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. എല്ലാവർക്കും ശ്രീ ജഗദംബയുടെ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശ്ലോകങ്ങളുടെ പാരായണം, പദച്ഛേദം, അന്വയാർത്ഥം, വ്യാഖ്യാനം എന്നിവയെല്ലാം ആ ജഗദംബയുടെ ചരണാരവിന്ദങ്ങളിലും ഗുരുവാചാര്യന്മാരുടെ ചരണാരവിന്ദങ്ങളിലും സജ്ജനങ്ങളുടെ ചരണാരവിന്ദങ്ങളിലും വളരെയധികം ഭക്തിപൂർവം വിനയപൂർവം സമർപ്പിച്ചുകൊണ്ട് ഇതിവിടെ ഉപസംഹരിക്കുന്നു. സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ മഹാദേവീ നമഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരേ കൃഷ്ണ.